നമസ്കാരം. കേരളത്തിൽ പല പ്രമുഖരായ ആളുകളും മുഖ്യമന്ത്രിമാരായി വന്നിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളാണ് വി ഡി സതീശൻ. അദ്ദേഹം ഉമ്മൻചാണ്ടിയേക്കാൾ പേരെടുത്തുകൊണ്ടാണ് അദ്ദേഹം ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തികളാണ്. നമുക്കറിയാം, ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം ആദ്യം എടുത്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ ആളുകളെ തല്ലിയ പിണറായി വിജയൻ്റെ ഗൺമാന്മാരുടെ പ്രവർത്തികൾക്കെതിരെയുള്ള രക്ഷാദൗത്യത്തിനെതിരെയുള്ള കേസാണ് രണ്ടാമതെടുത്തത്. ഇതേപോലെ കേരയിൽ പദ്ധതിയുടെ കാര്യത്തിലെടുത്ത തീരുമാനം കേരളത്തിലെ ജനത ഒറ്റയടിക്ക് അംഗീകരിച്ചുള്ള കാര്യമാണ്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. ഇതിന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി പല ഗൂഢപദ്ധതികളും നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിസ്സാരമട്ടിൽ അദ്ദേഹം തരണം പോകുന്നതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നത്. ഇപ്പോഴിതാ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ കയ്യടി നേടിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു. അതായത് ഇന്ന് പുലർച്ചയ്ക്ക് നടന്ന ലോകകപ്പ് മേളയ്ക്ക്, അതായത് ലോകകപ്പ് ഫുട്ബോളിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലീവ് കൊടുത്തുകൊണ്ടാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സാധാരണ ഫുട്ബോൾ മേള കാണാനോ ഫുട്ബോൾ കാണാനോ ആരും ലീവ് കൊടുക്കാറില്ല. എന്നാൽ വി ഡി സതീശൻ എന്ന ജനകീയനായ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും ഇന്ന് ടി വിയുടെ മുന്നിലായിരിക്കും. ഇന്ന് പുലർച്ചയ്ക്ക് ടി വിയുടെ മുന്നിലായിരിക്കും. അവർ അർജൻറ്റീനയുടെയും അതേപോലെ സ്പെയിനിൻ്റെയും കളി കാണാൻ എത്തിയിരിക്കും. ലോകം മുഴുവൻ ഒരേപോലെ ഈ കളിയുടെ പിന്നാലെ പോകുമ്പോൾ തീർച്ചയായും കേരള ജനത ഭ്രാന്തന്മാരാണ്, ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും ഉള്ള ആളുകൾ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വളരെ വീക്ക്നെസ്സാണ്. അവരേതറ്റം വരെ കാൽപന്തുമായിട്ടുള്ള കളിയുടെ കാര്യത്തിൽ മെസ്സിയുടെ കളി കാണാൻ ആബാലവൃദ്ധം ജനങ്ങളും ഒന്നിച്ചു കൂടും. വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഒറ്റക്കെട്ടായി ആ കളിക്ക് മുമ്പിൽ ടി വിയുടെ മുന്നിലെത്തും. അതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് വളരെ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ ലീവ് വേണ്ട എന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇങ്ങനെയാണ്, രണ്ടും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാൽപന്തിൻ്റെ പെരുങ്കളിയാട്ടത്തിന് അവസാനമാകുന്നു. നാളെ പുലർച്ചയ്ക്ക്, ഇന്നലെ അദ്ദേഹം ഇട്ട പോസ്റ്റാണ്, 12:30 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലാണ്. ഫുട്ബോളിനോടുള്ള നമ്മുടെ അടക്കാനാകാത്ത ആവേശവും ഒരു ലഹരിയായി അതിനെ കൊണ്ടു നടക്കുന്ന കാൽപന്ത് പ്രേമികളും ലോകത്തിന് തന്നെ മാതൃകയാണ്. നിശ്ചിത സമയത്ത് കളി കഴിഞ്ഞാൽ തന്നെ ഫൈനൽ കഴിയുമ്പോൾ 2:30 എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റിയിലേക്കും കടന്നാൽ കളി പിന്നെയും നീളും. ഉറക്കക്ഷീണത്തോടെ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. എല്ലാ ആവേശവും ഉൾക്കൊണ്ട് എല്ലാവരും അർജൻറ്റീന സ്പെയിൻ കലാശ പോരാട്ടം ആസ്വദിച്ചു കാണുക, ഫുട്ബോൾ ലഹരിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് കേരള ജനതയുടെ സമ്പൂർണ്ണമായ കയ്യടി വാങ്ങുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ മുന്നിൽ എംബാവയും അതേപോലെ മെസ്സിയൊക്കെയാണ്. ഫ്രാൻസ് തോറ്റതും ഇംഗ്ലണ്ട് വിജയിച്ചതും അതേപോലെ സ്പെയിൻ ഫ്രാൻസിനെ കീഴടക്കിയതും അർജൻറ്റീന ഓരോ കളികളിലും വിജയിച്ച് വരുന്നത്, അവസാനം ഇംഗ്ലണ്ടിനെ കീഴടക്കിയതടക്കം നമ്മുടെ മുന്നിൽ വല്ലാത്ത ലഹരിയായിട്ടാണ് കാണുന്നത്. എല്ലാത്തിലും മെസ്സിയുടെ ടച്ചും എംബാവയുടെ ടച്ചും അങ്ങനെ ലോക ഫുട്ബോൾ നമ്മുടെ മുന്നിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് വലിയ സ്ക്രീനുകൾ വെച്ച് കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ഫുട്ബോൾ കളി രാത്രി കാണാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 10,000 തടിച്ചു കൂടിക്കൊണ്ടാണ് ഇൻഡോർ സ്റ്റേഡിയത്തിലൊക്കെ ആളുകൾ വരാൻ പോകുന്നത്. അങ്ങനെ ഇതിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്ന് കാണുന്നത് കുട്ടികളാണ്, സ്കൂൾ വിദ്യാർത്ഥികളാണ്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കുന്ന കുട്ടികൾ കളി കാണുന്നുണ്ട്. അധ്യാപകരും മോശക്കാരല്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ സമയോചിതമായി ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്ത വി ഡി സതീശന് എല്ലാ അഭിനന്ദനം നേരുകയാണ്. ഇതാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ജനങ്ങളെ കണ്ടറിയുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലീവ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ നമുക്കറിയാം, എല്ലാവരും ഇന്ന് ഫുട്ബോൾ കളി കാണും. ഫുട്ബോൾ കളി കാണാത്ത ആരും ഉണ്ടാവില്ല.
ഇന്ന് ഫൈനലാണ്, അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം, നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്തത് പറയുന്നത്. ഇതൊരു സത്യാവസ്ഥയാണ്. ജനങ്ങളുടെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കഴിവാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. എല്ലാവരും, നമ്മളെ കേരള ജനത ഒറ്റക്കെട്ടായി, ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ നമുക്ക് അഭിനന്ദിക്കാം, നമുക്ക് കൈയടിക്കാം.